Hello dear students, welcome back to PEPP Premier Entrance Preparation Program. Myself Mohammed Desire and today I am here with Sociology. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വരുന്ന പരീക്ഷകൾക്ക് വരുന്ന ഡിസംബറിൽ വരുന്ന പരീക്ഷയായാലും ഇനി അത് കഴിഞ്ഞ് വരുന്ന വാർഷിക പരീക്ഷയായാലും ആ പരീക്ഷകൾക്കെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ മുൻകാല ചോദ്യങ്ങളെ ഡിസ്കസ് ചെയ്യുന്ന സീരീസിലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇക്കണോമിക്സിൻ്റെയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് യു വാച്ച്ഡ് ഇറ്റ്. ആൻഡ് ഇൻ ദിസ് സെഷൻ ഐ വുഡ് ബി ഡിസ്കസിങ് അബൌട്ട് സോഷ്യോളജി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ആദ്യം നമുക്ക് സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തിൻ്റെ പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും ചില ആളുകൾ വളരെ എളുപ്പമായിട്ട് പറയുകയും ചില ആളുകൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് പറയുകയും ചെയ്യുന്ന ഒരു വിഷയമാണ്. സോഷ്യോളജിയെ സംബന്ധിച്ചിടത്തോളം സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തിൻ്റെ പ്രത്യേകത, പലപ്പോഴും നമ്മൾ സോഷ്യോളജി വായിക്കുന്ന സമയത്ത് നമ്മളെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാടിനെക്കുറിച്ചും നമ്മുടെ വീടിനെക്കുറിച്ചും നമ്മുടെ നാടിനെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വളരെ എക്സാമ്പിളുകൾ നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും തന്നെ വെച്ചുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന വളരെ നല്ല ഒരു വിഷയമാണ് സോഷ്യോളജി. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് സൊസൈറ്റിയുമായിട്ട് ബന്ധമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സോഷ്യോളജിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുകയും പഠനം നമുക്ക് എളുപ്പമാക്കുകയും ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഡിസ്കഷനിലേക്ക് പോവുകയാണ്. 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വെർഷൻ ഓഫ് മാപ്പ് വൈൽ is already provided to each of us in childhood by the process of socialization is called. സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി തലമുറകളിൽ നിന്നും നമ്മളിലേക്ക് എത്തിച്ചേർന്ന അല്ലെങ്കിൽ നമ്മളുടെ ചൈൽഡ്ഹുഡിലേക്ക് എത്തിച്ചേർന്ന ആ വേർഷൻ ഓഫ് മാപ്പ് ഏതാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. നമുക്കറിയാം, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവ ഗുണങ്ങളായിട്ടുള്ള നമ്മുടെ ചിന്താഗതികളായിട്ടുള്ള പല കാര്യങ്ങളും തലമുറകളായിട്ട് കടന്നു വന്ന അല്ലെങ്കിൽ തലമുറകളായിട്ട് കൈമാറി വന്ന പലതിൻ്റെയും അനന്തര ഫലമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത്, ദ വേർഷൻ ഓഫ് മാപ്പ് വൈൽ ഈസ് ഓൾറെഡി പ്രൊവൈഡഡ് ടു ഈച്ച് ഓഫ് us ഇൻ ചൈൽഡ്ഹുഡ് ബൈ ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷൻ വഴി നമ്മളിലേക്ക് പകർന്നു വന്ന വേർഷൻ ഓഫ് മാപ്പ് ഏതാണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് കോമൺ സെൻസ് മാപ്പ് എന്നതാണ് അതിൻ്റെ ഉത്തരം. To overcome biased and incomplete knowledge about the society, we have to look ourselves through the eyes of others. This is termed as what? സോഷ്യോളജിയെ സംബന്ധിച്ചിടത്തോളം സോഷ്യോളജി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒബ്ജക്റ്റിവിറ്റി, സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞ പല 2 ടേമുകൾ നമ്മൾ സോഷ്യോളജിയിൽ പഠിക്കാറുണ്ട് അല്ലേ. അപ്പോൾ പലപ്പോഴും നമ്മൾ സബ്ജക്റ്റീവ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ബയാസ്ഡ് ആവുന്ന സമയത്ത് പലപ്പോഴും സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനം അത്ര ഒബ്ജക്റ്റീവായി മാറില്ല. പക്ഷേ മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ് സോഷ്യോളജി. മനുഷ്യനുമായി ബന്ധപ്പെടുമ്പോൾ അവിടെ ഈ പറയുന്ന സബ്ജക്റ്റിവിറ്റിക്ക് സാധ്യതയുണ്ട്, അതേപോലെ തന്നെ ബയാസിന് സാധ്യതയുണ്ട്, ഇംപാർഷ്യാലിറ്റിക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ടു ഓവർകം ബയാസ്ഡ് ആൻഡ് ഇൻകംപ്ലീറ്റ് നോളജ് അബൌട്ട് ദ സൊസൈറ്റി വി ഹാവ് ടു ലുക്ക് അവേഴ്സ് ടു ദ ഐസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ കണ്ണിലൂടെ സൊസൈറ്റിയെ നോക്കുക. ഇതിനൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കണ്ണിലൂടെ സൊസൈറ്റിയെ നോക്കുന്നത് എന്താണ് അതിനെ പറയപ്പെടുന്നത്? ദ ആൻസർ ഈസ് സെൽഫ് റെഫ്ലെക്സിവിറ്റി. Self-reflexivity or reflexivity is a technique to deal with the problem related to objectivity in social science and is closely related to empathy. In this, the social scientist views in different opinions of the people in an unbiased or a neutral manner. This is very important. Okay, ഇതിൽ എന്താണ് അവർ ചെയ്യുന്നത്? അവർ ഒരു അൺബയാസ്ഡ് ആയിട്ടുള്ള അതിനെ ന്യൂട്രൽ ആയിട്ടുള്ള മാനറിലാണ് അവർ എന്ത് ചെയ്യുന്നത്? ജനങ്ങളുടെ ഒപ്പീനിയൻ അവർ എന്ത് ചെയ്യുന്നത്? വ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കൺസെപ്റ്റ് ഓഫ് ഡോമിനൻ്റ് കാസ്റ്റ് വാസ് കോയിൻഡ് ബൈ ഹൂം? ഡോമിനൻ്റ് കാസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആരാണ് കോയിൻ ചെയ്തത്? ദ നൺ അതർ ദൻ M.N. ശ്രീനിവാസ്. M.N. ശ്രീനിവാസിനെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹത്തിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹം തൻ്റെ രാജ്യത്തെക്കുറിച്ച് പഠിക്കാൻ, തൻ്റെ രാജ്യത്തിൻ്റെ സോഷ്യൽ ചുറ്റുപാടിനെ കുറിച്ച് പഠിക്കാൻ, സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? വെസ്റ്റേൺ ടെക്സ്റ്റ് ബുക്കുകളെ അദ്ദേഹം റിലേ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് M.N. ശ്രീനിവാസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. സോ therefore what he did actually, എന്താണ് M.N. ശ്രീനിവാസൻ ചെയ്തത്? He conducted his own field study. From those studies he made a conclusion, he made his assessment. He was not like others who were relying on the western
textbook or Western studies to learn about our own culture and society. അതാണ് എം എൻ ശ്രീനിവാസനെ ഡിഫറെൻ്റ് ആക്കുന്നത്. അപ്പോൾ ചോദ്യം, ദ കൺസെപ്റ്റ് ഓഫ് ഡോമിനന്റ് കാസ്റ്റ് വാസ് കോയിൻഡ് ബൈ എം എൻ ശ്രീനിവാസ് എന്നുള്ളതാണ്. കീപ്പിംഗ് അവേ ഇൻഡിവിജ്വൽസ് ഫ്രം ഫുൾ ഇൻവോൾവ്മെന്റ് ഇൻ ദ സൊസൈറ്റി ഈസ് കോൾഡ്, ഇറ്റ് ഈസ് കോൾഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. എന്താണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ഫോം ഓഫ് ഡിസ്ക്രിമിനേഷൻ that occurs when people are only or partially excluded from participating in the economic, social and political life of their community. ഒരു നിശ്ചിത കാസ്റ്റിലായതുകൊണ്ടോ ഒരു നിശ്ചിത ക്ലാസ്സിലായതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു നിശ്ചിത ഗ്രൂപ്പിലായതുകൊണ്ടോ സോഷ്യൽ ആയിട്ടുള്ള സ്ഫിയറുകളിൽ നിന്ന് ഇക്കണോമിക് ആയിട്ടുള്ള മേഖലകളിൽ നിന്നും അവരെന്ത് ചെയ്യാണ്? ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഇതിപ്പോൾ 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഡിഫൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഡെഫിനിഷൻ എഴുതാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ സോഷ്യൽ, അതുകൊണ്ടാണ് ഞാൻ ഈ 1 മാർക്കിൻ്റെ ചോദ്യങ്ങളിലൊക്കെ മിക്ക ചോദ്യങ്ങളിലും താഴെ ഞാൻ അതിൻ്റെ ഡെഫിനിഷനും കൂടി തരുന്നത്. ദ ടേം ഹരിജൻ വാസ് പുട്ട് ഫോർവേഡ് ബൈ, അറിയില്ലെങ്കിൽ വളരെ മോശമാണ്. ആരാണ് ഹരിജൻ എന്ന് പറയുന്ന ടേം പുട്ട് ഫോർവേഡ്? ഇറ്റ്സ് നൺ അതർ ദൻ മഹാത്മാ ഗാന്ധി. The process of selling shares of public sector companies by the government is called, അതായത് ഗവൺമെൻറ് ഓൺ ചെയ്തിരുന്ന എൻറ്റിറ്റികൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ എയർടെൽ, BSNL ഇങ്ങനെയുള്ള ഗവൺമെൻറ് ഓൺ ചെയ്തിരുന്ന എൻറ്റിറ്റികൾ നമ്മൾ അത് മറ്റുള്ളവർക്ക് അതിൻ്റെ ഷെയർ, അതിൻ്റെ ഓഹരി, അതിൻ്റെ ഉടമസ്ഥാവകാശം നമ്മൾ മറ്റുള്ളവർക്ക് വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ദ ആൻസർ ഈസ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്? ഗവൺമെന്റ് ഓൺ ചെയ്തിരുന്ന എൻറ്റിറ്റികളുടെ ഓഹരി, ഉടമസ്ഥാവകാശം അത് മറ്റുള്ളവർക്ക്, ഗവൺമെന്റ് അല്ലാത്ത പ്രൈവറ്റ് പാർട്ടികൾക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അതിന് നമ്മൾ വിളിക്കുന്നതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. Dash is the American sociologist who studied the relationship between personal troubles and social issues. ഇങ്ങനെയുള്ള തിങ്കേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ പലപ്പോഴും നമുക്ക് കാണാറുണ്ട്. അവരുടെ തിയറീസിനെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ തിങ്കേഴ്സും അവരുടെ വർക്കുകൾ, അവരുടെ കോൺട്രിബ്യൂഷനൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആരാണ് പേഴ്സണൽ ട്രബിൾസും സോഷ്യൽ ഇഷ്യൂസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിച്ച അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആരാണ്? ഇറ്റ്സ് C. Wright Mills. Okay. C. Wright Mills was an American sociologist and a professor in Columbia University. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഒന്ന് ഓർത്ത് വെക്കുക. ദ പവർ എലൈറ്റ്, വൈറ്റ് കോളർ, ദ അമേരിക്കൻ മിഡിൽ ക്ലാസ് ആൻഡ് ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ. തിങ്കേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ അത് വരുള്ളൂ. 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് നമ്മൾ ആ വർക്ക് ആരതാണ്, അതിൻ്റെ പബ്ലിഷർ ആരാണ്, ഓതർ ആരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എന്തായിരുന്നു ചോദ്യം? പേഴ്സണൽ സ്ട്രബിൾസും സോഷ്യൽ ഇഷ്യൂസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിച്ചത് ആരായിരുന്നു? C. Wright Mills ആയിരുന്നു. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ദ സോഷ്യൽ റിഫോം മൂവ്മെന്റ് ഫൗണ്ട് ഇൻ ബംഗാൾ. താഴെ പറയുന്നവയിൽ ഏത് സോഷ്യൽ റിഫോം മൂവ്മെന്റ് ആണ് ബംഗാളിൽ എന്ത് ചെയ്തത്? ഫൗണ്ട് ചെയ്തത്? ആര്യ സമാജ്, പ്രാർത്ഥന സമാജ്, ബ്രഹ്മ സമാജ്. ദ കറക്റ്റ് ആൻസർ ഈസ് ബ്രഹ്മ സമാജ്. ബ്രഹ്മ സമാജ് വാസ് എ powerful religious movement in India that contributed significant development of contemporary India. And who was found? ആരാണിത് ഫൗണ്ട് ചെയ്തത്? ആരാണ്? The none other than രാജാറാം മോഹൻ റായ് and ദ്വാരകനാഥ് ടാഗോർ. ഓക്കെ. സോ ഇവരെന്തുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ എന്തിനെയാണ് ഇവർ ഈ ഒരു റിഫോർമേഷനിലൂടെ ഇവർ ഉദ്ദേശിച്ചിരുന്നത്? ദ പ്രിവെയിലിംഗ് ബ്രാഹ്മണിസം ഓഫ് ദ ടൈം ആൻഡ് ഇറ്റ് ലോഞ്ച് ദ ബംഗാൾ റിനേസൻസ് ഇൻ ദ 19th century. ആ ഒരു സമയത്തുണ്ടായിരുന്ന ബ്രാഹ്മണിസത്തിനെതിരെ അതിൻ്റെ റിഫോർമേഷൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ബ്രഹ്മസമാജിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. സോ ബ്രഹ്മസമാജ്, രാജാറാം മോഹൻ റായ് ആൻഡ് ദ്വാരകനാഥ് ടാഗോർ മറക്കരുത്. ഇനി നമുക്ക് കുറച്ച് 2 മാർക്ക് ചോദ്യങ്ങളിലേക്ക് നോക്കാം. ഡിഫൈൻ ഡെമോഗ്രാഫി ഡിവിഡൻഡ്. ഓക്കെ, എന്താണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്? ഇറ്റ് ഈസ് എക്കണോമിക് ഗ്രോത്ത് ബ്രോട്ട് ഓൺ ബൈ എ ചേഞ്ച് ഇൻ ദ സ്ട്രക്ചർ ഓഫ് എ കൺട്രീസ് പോപ്പുലേഷൻ. ഒരു കൺട്രിയുടെ പോപ്പുലേഷൻ്റെ സ്ട്രക്ചറിൽ വരുന്ന ചേഞ്ച്. ആൻഡ് അതെന്തിലേക്കാണ് റിസൾട്ട് ചെയ്യുന്നത്? യൂഷ്വലി എ റിസൾട്ട് ഓഫ് fall in fertility and mortality rates. ഫെർട്ടിലിറ്റി റേറ്റിലും പ്രത്യുൽപാദനത്തിൻ്റെ തോതിലും കുറവ് വരിക, അതേപോലെ തന്നെ മോർട്ടാലിറ്റി റേറ്റിലും കുറവ് വരിക. ഓക്കെ, the demographic dividend comes as there is an increase in the working population's productivity which boosts per capita income. And finally ഈ പറയുന്ന ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഇതിലേക്കാണ് എത്തിക്കുന്നത്. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്
ഇൻക്രീസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാജ്യത്ത് വർക്കിംഗ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി, വർക്കിംഗ് പോപ്പുലേഷൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുകയും അതുവഴി പെർ ക്യാപിറ്റ ഇൻകം കൂടുകയുമാണ് ഈ പറയുന്ന ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് അതിൽ വരുന്ന ഇൻക്രീസ് കൊണ്ട്, അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് കംസേഷൻ അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഡിഫൈൻ പാട്രി ലോക്കൽ ഫാമിലി അല്ലേ. നമ്മൾ 2 തരം ഫാമിലി സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? ഒന്ന് പാട്രി ലോക്കൽ, 2 മാട്രി ലോക്കൽ അല്ലെ. ഇങ്ങനെ 2 തരം ഫാമിലി സെറ്റപ്പുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പാട്രി ലോക്കൽ ആൻഡ് മാട്രി ലോക്കൽ? ഇറ്റ് റെഫേഴ്സ് ടു ദ ലിവിംഗ് അറേഞ്ച്മെന്റ് വേർ പാട്രി ലോക്കൽ ഫാമിലീസ് ആർ ദോസ് ദാറ്റ് റിസൈഡ് ഇൻ ഫാദേഴ്സ് നാറ്റീവ് ഹോം. പാട്രി ലോക്കൽ ആണെങ്കിൽ ദേ റിസൈഡ്സ് ഇൻ ഫാദേഴ്സ് നാറ്റീവ് ഹോം. ബട്ട് മാട്രി ലോക്കൽ ആണെന്നുണ്ടെങ്കിലോ ദേ റിസൈഡ്സ് ഇൻ ദി മദേഴ്സ് നാറ്റീവ് ഹോം അല്ലെ. നമ്മളെ കേരള ചുറ്റുപാടിലും നമ്മൾ മുമ്പും ഇപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനത്തെ കൾച്ചറുകൾ കാണുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഇങ്ങനത്തെ കൾച്ചറുകൾ ഉണ്ട് അല്ലേ. അപ്പോൾ പാട്രി ലോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദറിൻ്റെ നാറ്റീവ് ഹോമിൽ നിൽക്കുകയും മാട്രി ലോക്കൽ എന്ന് പറഞ്ഞാൽ മദേഴ്സിൻ്റെ നാറ്റീവ് ഹോമിൽ നിൽക്കുന്നതിനുമാണ് നമ്മൾ പറയുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസം അറിഞ്ഞിരിക്കുക. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സർക്കുലേഷൻ ഓഫ് ലേബർ. സർക്കുലേഷൻ ഓഫ് ലേബറിനെ കുറിച്ചൊരു ഷോർട്ട് നോട്ട് എഴുതാനാണ്. ജസ്റ്റ് ആ ഷോർട്ട് നോട്ട് ആ മാർക്കിനനുസരിച്ചിട്ട് 2, 3, 4 ലൈൻസിൽ നമുക്ക് എഴുതി തീർക്കാൻ പറ്റും അല്ലേ. ഈ സർക്കുലേഷൻ ഓഫ് ലേബർ എന്നുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ഹാസ് ബീൻ റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് മൈഗ്രൻറ്റ് അഗ്രികൾച്ചറൽ ലേബർ. ഈ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ വരികയും കൂടുതൽ ക്യാഷ് ക്രോപ്സിന് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഈ മൈഗ്രൻറ്റ് അഗ്രികൾച്ചറൽ ലേബർ കൂടുന്നത്. സീസണൽ ഡിമാൻഡ് ഫോർ ദീസ് ലേബറേഴ്സ് ഇൻക്രീസ്ഡ് ഇൻ ഗ്രീൻ റെവല്യൂഷൻ റീജിയൻസ് ലൈക്ക് പഞ്ചാബ് പോലെയുള്ള ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഗ്രീൻ റെവല്യൂഷൻ ഒക്കെ റിസൾട്ട് ഉണ്ടാക്കിയ സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർക്കുലേഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. ഓക്കെ, കാരണം റൂറൽ ഏരിയാസിൽ ഇൻഇക്വാലിറ്റീസ് ഉണ്ടാവുന്ന സമയത്തും ഇത് എന്ത് ചെയ്യാറുണ്ട്? ഈ ലേബേഴ്സ് മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. സോ ഇറ്റ് ഹാപ്പൻസ് ഡ്യൂ ടു മൾട്ടിപ്പിൾ റീസൺസ്. ഇനി നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് കുറച്ച് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യൽ മാപ്പ് ആൻഡ് ജിയോഗ്രഫിക്കൽ മാപ്പ് അല്ലേ. ഇത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. നമ്മൾ ജോഗ്രഫിക്കൽ മാപ്പ് നമ്മൾ കാണാറുണ്ട് അല്ലെ. എന്തൊക്കെയാണ് ജോഗ്രഫിക്കൽ മാപ്പിൽ നമ്മൾ പഠിക്കാറുള്ളത് അല്ലെ? ബൗണ്ടറീസിനെ കുറിച്ച്, രാജ്യത്തിൻ്റെ ബൗണ്ടറീസിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഓഷ്യൻസിനെ കുറിച്ചിട്ട്, മൗണ്ടെയിൻസിനെ കുറിച്ചിട്ട്, വാലീസിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ജിയോഗ്രഫിക്കൽ മാപ്പിൽ പഠിക്കാറുള്ളത്. പക്ഷേ സോഷ്യൽ മാപ്പിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? നമ്മൾ ഹാബിറ്റേഷനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. എങ്ങനെയാണ് കമ്മ്യൂണിറ്റി ഫെസിലിറ്റി, എങ്ങനെയാണ് കമ്മ്യൂണിറ്റി ഓൺഗോയിങ് ചെയ്യുന്നത്, ഇതാണ് നമ്മൾ സോഷ്യൽ മാപ്പിൽ പഠിക്കുന്നത്. ഒരു ഏരിയയുടെ സോഷ്യൽ ഫീച്ചേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെ കാസ്റ്റ് പ്രിവെയിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് അവിടെ മനുഷ്യൻ്റെ ഇടയിൽ കാസ്റ്റ് അവിടെ എങ്ങനെയാണ് ഡിവിഷൻ ഉണ്ടാക്കുന്നത്, ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കുന്നത് എന്നെല്ലാമാണ് നമ്മൾ സോഷ്യൽ മാപ്പിൽ പഠിക്കുന്നത്. സോഷ്യൽ മാപ്പ് ഫോക്കസസ് ഓൺ ഹാബിറ്റേഷൻ. പക്ഷേ ജോഗ്രഫിക്കൽ മാപ്പ് നമ്മൾ പറഞ്ഞതുപോലെ ഹിൽസ്, റിവേഴ്സ്, ഫീൽഡ്സുകൾ. ദെൻ സോഷ്യൽ മാപ്പ് നോസ് ദ കമ്മ്യൂണിറ്റി ഫെസിലിറ്റീസ്. ജിയോഗ്രഫിക്കൽ മാപ്പ് ഷോസ് ദ വെജിറ്റേഷൻ ഓഫ് ദ ഏരിയ. സോഷ്യൽ മാപ്പ് ഷോസ് ദ സോഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ പർട്ടിക്കുലർ ഏരിയ. ബട്ട് ജിയോഗ്രഫിക്കൽ മാപ്പ് ഷോസ് ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് എ പർട്ടിക്കുലർ. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, ഇതൊന്നും വന്ന ഒരിക്കലും തെറ്റിക്കരുത്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ന്യൂക്ലിയർ ആൻഡ് ജോയിൻറ്റ് ഫാമിലി. ന്യൂക്ലിയർ ഫാമിലിയും ജോയിൻറ്റ് ഫാമിലിയും തമ്മിലുള്ള വ്യത്യാസം. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ സോഷ്യോളജി പഠിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും നമ്മൾ അറിയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൊസൈറ്റിയുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആളുകൾക്ക് വളരെ എളുപ്പമാണ് സോഷ്യോളജി പഠിക്കാൻ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറ്റുന്നത്, ഇപ്പോൾ ഈ പണ്ടൊരാൾ പറയുന്നത് പോലെ എന്താണ് സ്നേഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റാറില്ല. അതുപോലെയാണ് പലപ്പോഴും നമ്മൾ ഈ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ നമുക്കെല്ലാം അറിയുന്നതാണ്, പക്ഷെ നമുക്കതൊരു ആൻസർ ആക്കി എഴുതാൻ നമുക്ക് പറ്റാറില്ല. അപ്പോൾ ന്യൂക്ലിയർ ഫാമിലി നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ കുറച്ച് ആളുകൾ, അച്ഛനും അമ്മയും മക്കളും മാത്രം താമസിക്കുന്നതും. ജോയിൻറ്റ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാച്ചനും അമ്മാമ്മയും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഫാമിലി സെറ്റപ്പ് എന്നാണ്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അത് എഴുതി പിടിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ് പരീക്ഷയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ വാട്ട് ഈസ് ബേസിക്കലി ന്യൂക്ലിയർ ഫാമിലി? പാരൻസ് ഉണ്ടായിരിക്കും, ഓക്കെ, അവരുടെ കുട്ടികളും ഉണ്ടായിരിക്കും, അവരൊരു വീട്ടിൽ താമസിക്കുന്നു അല്ലെങ്കിൽ ഒരു റൂഫിൽ താമസിക്കുന്നു. ഇതാണ് ബേസിക്കലി ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയാം. പക്ഷെ ജോയിൻറ്റ് ഫാമിലിയിൽ വരുമ്പോൾ അവിടെ വ്യത്യസ്ത ജനറേഷൻസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്, വേരിയസ് ജനറേഷൻസ് അവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ജോയിൻറ്റ് ഫാമിലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഗ്രാൻഡ് പാരൻസ് ഉണ്ടായിരിക്കും അല്ലെ, അതുപോലെ പാരൻസും ഉണ്ടായിരിക്കും ചിലത്. അപ്പോൾ സോ ദർ ആർ 2 ജനറേഷൻസ് ബേസിക്കലി അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള ജനറേഷൻസ്, വേരിയസ് ജനറേഷൻസ് ഉണ്ടാവുന്ന അവരെല്ലാവരും ഒരു റൂഫിൽ താമസിക്കുമ്പോൾ അതിന് ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുകയും, ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുമ്പോൾ മാരീഡ് ആയിട്ടുള്ള അവരും അവരുടെ മക്കളും അവർ താമസിക്കുന്നു. ഇതാണ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. ഡിസ്ക്രൈബ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഹോം ബേസ്ഡ് വർക്ക്.
ഈ ചോദ്യം ഈ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ വരെ ചോദിച്ചിരുന്നൊരു ചോദ്യമാണ്. എന്തൊക്കെയാണ് വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ ഹോം ബേസ്ഡ് ആയിട്ടുള്ള വർക്കിൻ്റെ നെഗറ്റീവ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തേത്, നമുക്കൊരു ടീം വർക്കിലുള്ള സ്കില്ല് നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്ക് ഒരു ടീം വർക്ക് അല്ലെങ്കിൽ നമ്മളൊരു ഓഫ്ലൈനായിട്ട് പോയിട്ട് ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്ത് ജോലി ചെയ്ത് നമുക്ക് കിട്ടേണ്ട ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്, അതെല്ലാം നമുക്ക് നഷ്ടപ്പെടുന്നു. മോട്ടിവേഷൻ ഇല്ല. നമ്മളെ ആരും വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ ആരും മോട്ടിവേറ്റ് ചെയ്യാനില്ല. നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ വർക്ക് നമ്മൾ നേരത്തെ കംപ്ലീറ്റ് ചെയ്തു അല്ലെങ്കിൽ ടാർഗറ്റ് മീറ്റ് ചെയ്തു, ദർ ആർ നോ വൺ ടു അപ്രീഷിയേറ്റ് us ഓർ എൻകറേജ് us. ഇറ്റ്സ് ലാക്ക് മോട്ടിവേഷൻ. ദെൻ അൺമോണിറ്റേർഡ് പെർഫോമൻസ് ആൻഡ് ദോസ് ഫ്രീക്വൻറ്റ് ബ്രേക്സ്, അതായത് നമ്മുടെ പെർഫോമൻസ് ആരും അൺമോണിറ്റർ ചെയ്യാനില്ല. ദെൻ നമുക്ക് അവിടെ കൃത്യമായിട്ടുള്ള ഓഫീസ് എക്യുപ്മെൻറ്റുകൾ ഉണ്ടാവുന്നില്ല, അത് നമ്മളുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നു. ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരിക്കും, ഒരുപാട് ഫാമിലിയുടെ കൂടെയാണ്. ദെൻ ഇതൊക്കെ ഇപ്പോൾ എത്ര പോയിന്റ് ആണ് ചോദിച്ചത് അത്രയും പോയിന്റ് നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, ആൻഡ് ഹിയർ കംസ് 4 മാർക്ക് ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് ഇൻവിസിബിൾ ഹാൻഡ് ആൻഡ് ഹൂ ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ഇൻവിസിബിൾ ഹാൻഡ്? വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ആരാണ് ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്ന ഒരു ആശയം വെക്കുന്നത്? ആദം സ്മിത്ത് ആണ്. അദ്ദേഹത്തിൻ്റെ ബുക്കിൽ ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നത് ഗവൺമെൻറ് ഒന്നും ഇടപെട്ടിട്ടില്ലെങ്കിലും ഈ മാർക്കറ്റ് ഫോഴ്സ്, അത് അൺഒബ്സർവബിൾ മാർക്കറ്റ് ഫോഴ്സ് ദാറ്റ് ഹെൽപ്സ് ടു ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഇൻ എ ഫ്രീ മാർക്കറ്റ് ടു റീച്ച് ഇക്വിലിബ്രിയം. ഗവൺമെൻറ് ഇടപെട്ടിട്ടില്ലെങ്കിലും ആ പറയുന്ന അൺഒബ്സർവബിൾ മാർക്കറ്റ് ഫോഴ്സ് കൊണ്ട് അതെന്തായിക്കോളും, അത് ഇക്വിലിബ്രിയത്തിൽ എത്തിക്കോളും എന്നുള്ളതാണ്. അവിടെ ആരും വന്ന് ഇടപെട്ട് അതിനെ കൺട്രോൾ ചെയ്യേണ്ട, അതിന് ഇക്വിലിബ്രിയത്തിൽ എത്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഈ പറയുന്ന ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ്. അത് ആദം സ്മിത്ത് ആണ് അത് എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. Describe caste system as a discriminatory system. Like, how is caste system turning out to be the discriminatory system? എങ്ങനെയാണ് caste system discriminatory ആയിട്ട് മാറുന്നത്? ഡെഫിനറ്റ്ലി ഇതും നമുക്ക് എല്ലാവർക്കും കണ്ടിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. ബട്ട് it has to become like an answer. So how it will be? Caste is a discriminatory system and this can be observed through following factors. നമുക്ക് 3 ഫാക്ടേഴ്സിലൂടെയാണ് നമുക്ക് കാസ്റ്റ് ഒരു ഡിസ്ക്രിമിനേറ്ററി സിസ്റ്റം ആണെന്ന് പറയാൻ പറ്റുക. ഒന്ന്, എക്സ്ക്ലൂഷൻ. എന്താണ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഒരു വിഭാഗം ആളുകളെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്ക്ലൂഡ് ചെയ്യുക. എല്ലാ മേഖലകളിൽ നിന്നും നമ്മൾ അവരെ എക്സ്ക്ലൂഡ് ചെയ്യുക. അത് പല കാര്യങ്ങൾക്ക് നമ്മൾക്ക് ചെയ്യാം, അല്ലേ? ഇപ്പോൾ ഒരു സോഷ്യൽ ഫംഗ്ഷൻ നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ അവരെ എക്സ്ക്ലൂഡ് ചെയ്യുക. ഇതാണ് ബേസിക്കലി ഒരു ടൈപ്പ്. രണ്ടാമത്തേത് എക്സ്പ്ലോയിറ്റേഷൻ. ഈ പറഞ്ഞ ലോ കാസ്റ്റ് ആയിട്ടുള്ള ആളുകളെയൊക്കെ അവരും ചെയ്യുന്ന ജോലിയും നമ്മൾ ചെയ്യുന്ന ജോലിയും ഒരേപോലെയാണ്, പക്ഷെ അവർക്ക് ലോ ഇൻകം കൊടുക്കുക, അവർ കൂടുതൽ സമയം പണിയെടുപ്പിക്കുക. ഇറ്റ്സ് ലൈക്ക് ഔദാര്യത്തിലൊക്കെ പണിയെടുപ്പിക്കുന്നത് പോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. ദെൻ ഹ്യൂമിലിയേഷൻ. ഓക്കെ, ഹ്യൂമിലിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏർലിയർ ദേ വർ നോട്ട് അലൗഡ് ടു വെയർ ബ്രൈറ്റ് കളേർഡ് ക്ലോത്ത്സ് ആൻഡ് കുഡ് നോട്ട് യൂസ് ദ സെയിം റോഡ്സ് വിച്ച് ബ്രാഹ്മിൻസ് യൂസ്ഡ് ആൻഡ് ഹാഡ് ടു വാക്ക് ദെയർ ഓൺ റോഡ്. അതായത് പണ്ട് കാലത്ത് എന്താ പറയുക, ഈ തൊട്ടുകൂടായ്മയൊക്കെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ കണ്ടുകൂടായ്മ, അല്ലേ? അവർ നടന്ന വഴിയിലൂടെ പോവാതിരിക്കുക, അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക, ബ്രൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് ധരിക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള 3 കാര്യങ്ങളിലൂടെയാണ്, ഒന്ന് എക്സ്ക്ലൂഷൻ, എക്സ്പ്ലോയിറ്റേഷൻ, ഹ്യൂമിലിയേഷൻ. ഇതിലൂടെയൊക്കെയാണ് കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിമിനേറ്ററി സിസ്റ്റമായിട്ട് മാറുന്നത്. Here comes the 6 mark questions. ഒന്നാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് കമ്മോഡൈസേഷൻ വിത്ത് എക്സാമ്പിൾസ്. അല്ലേ, വളരെ നമുക്ക് സുപരിചിതമായ ഒരു കാര്യമാണ്. ഇന്നെല്ലാം മാർക്കറ്റിംഗ് ആണ്, അല്ലേ? എല്ലാം മാർക്കറ്റിംഗ് ആണ്. മനുഷ്യൻ്റെ മൂല്യങ്ങളെ വരെ മാർക്കറ്റ് ചെയ്യുകയാണ്, കല്യാണം മാർക്കറ്റ് ചെയ്യപ്പെടുകയാണ്, അല്ലേ? മുമ്പ് കാലത്ത് നമ്മൾ മാർക്കറ്റിംഗ് ഇല്ലാതിരുന്ന കാര്യങ്ങൾ പോലും ഇന്ന് മാർക്കറ്റ് ഇല്ലാത്ത ഒന്നുമില്ല, അല്ലേ? മനുഷ്യൻ്റെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടും ആ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും, ആ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് കല്യാണം എന്ന് പറയുന്നത് എത്ര സേക്രഡ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന കാലത്ത് നിന്ന് ഇന്ന് കല്യാണത്തിന് മാട്രിമോണികൾ വന്നു. അതുവഴി പല രീതിയിൽ കല്യാണത്തിൻ്റെ കൾച്ചർ മാറുന്നു, അതിൻ്റെ കൺസെപ്റ്റുകൾ മാറുന്നു. അതും ഒരു അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ മാട്രിമോണി സൈറ്റുകൾ വാട്ട് ദേ ആർ മേക്കിംഗ്, ഇറ്റ്സ് എ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി, ഇറ്റ്സ് എ ബിസിനസ് ആക്ടിവിറ്റി. സോ നൗ മാരേജ് ഈസ് ഓൾസോ ടേൺ ടു ബി എ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി. സോ earlier it was not. Earlier the marriage was discussed and proposed and fixed by the elders of the both families. They come, they inquire. Even the bride and the groom was not able to meet in personal and talk their own things. From there the things have changed. And now who is fixing the marriage? Matrimony. And matrimony is basically they are doing the business. Okay, so
Commoditization occurs when things that were earlier not traded in the market becomes commodities. ഇപ്പോൾ ഉദാഹരണത്തിന് ലേബേഴ്സ് അല്ലേ, നമ്മൾ ലേബർ കച്ചവടങ്ങൾ, പിന്നെ അവയവദാനം, ഇറ്റ്സ് വെരി റെലവെൻറ്റ് അല്ലേ. ഹ്യൂമൻ ഓർഗൻസിൻ്റെ പണ്ട് ഹ്യൂമൻ ഓർഗൻസ് വിൽക്കുന്നില്ല, പക്ഷെ ഇന്ന് അതും കമ്മോഡൈസേഷൻ. അപ്പോൾ മനുഷ്യനുമായി ബന്ധപ്പെട്ട മനുഷ്യൻ്റെ അവയവങ്ങൾ വരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കമ്മോഡൈസേഷൻ അല്ലെങ്കിൽ കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മാരേജും. ഓക്കെ, ഇവാലുവേറ്റ് ദ സോഷ്യൽ കോൺസിക്വൻസസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. ഡെഫിനറ്റ്ലി ഗ്രീൻ റെവല്യൂഷനെ സംബന്ധിച്ച് നമ്മൾ ബൈ ദ ടൈം നിങ്ങൾ എല്ലാവരും അറിയുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് HYV സീഡ്സിലൂടെ, ഫെർട്ടിലൈസേഴ്സിലൂടെയൊക്കെ പ്രൊഡക്ടിവിറ്റി കൂടി വലിയ രീതിയിൽ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സോഷ്യൽ കോൺസിക്വൻസുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റുന്നത്, ഈ പറയുന്ന ഗ്രീൻ റെവല്യൂഷൻ്റെ സമയത്ത് ഈ പറയുന്ന HYV സീഡ്സുകളും ടെക്നോളജിയും ആക്സസിബിൾ ആയ ആളുകൾ മാത്രമാണ് ഗ്രീൻ റെവല്യൂഷൻ്റെ കൂടെ എന്ത് ചെയ്തിരിക്കുന്നത്, ഡെവലപ്പ് ആയിരിക്കുന്നത്. അവർ മാത്രമാണ് ഗ്രീൻ റെവല്യൂഷൻ്റെ റിസൾട്ട് പലപ്പോഴും എടുത്തിട്ടുള്ളത്. അതിൻ്റെ സോഷ്യൽ കോൺസിക്വൻസിൽ പ്രധാനമായിട്ടുള്ള ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നത് ട്രഡീഷണൽ മെത്തേഡിൽ നിന്നും ആളുകൾ മാറി. ദ ഫാമിലി മോഡ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടിന്യൂഡ് ബട്ട് അതോറിറ്റി പാസ്ഡ് ഫ്രം ദ ഓൾഡർ ടു ദ യങ്ങർ ജനറേഷൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്നോളജി വന്നു, അപ്പോൾ യങ്ങർ ജനറേഷനാണ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയുള്ളത്. സോ ഓട്ടോമാറ്റിക്കലി വാട്ട് ഹാപ്പൻഡ്, earlier the elder people had the voice, the commanding power. Now it has transferred to the younger generation. Why? Because the technology, it has to be learned and the access was to this young generation. So that change was there. Then the new peasant was also required to consult the experts and technicians for irrigation, soil testing, the use of fertilizers and seeds. ഓക്കെ, അതും ഒരു വലിയ മാറ്റമാണ്. ആളുകൾക്ക് ഈ ടെക്നോളജി അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് ചെയ്തു, ഈ പറയുന്ന സിസ്റ്റത്തിൽ നിന്ന് അവർ പലപ്പോഴും പുറത്തേക്ക് പോകേണ്ടി വരിക. Then the green revolution had led to the consolidation of the status of the middle peasantry as a dominant class. ഓക്കെ, ഇവരെന്താ ഈ പറയുന്ന മിഡിൽ പെസൻട്രി ഒരു ഡോമിനൻറ്റ് ക്ലാസ് ആയിട്ട് മാറാണ്. അപ്പർ കാസ്റ്റ് ക്ലാസ് ഗ്രൂപ്പ്സ് വിച്ച് ട്രഡീഷണലി ഡോമിനേറ്റഡ് വാസ് റീപ്ലേസ്ഡ് ബൈ ദ മിഡിൽ പെസൻട്രി or had to compete with them to maintain the traditional status and power. Whoever had the access to this kind of technologies and this kind of seeds, they actually ruled the system. Okay, now 8 more questions. Define globalization, explain different dimensions of globalization. So what is basically globalization? Globalization നമുക്ക് പല ഞാൻ പറഞ്ഞു ഡെഫിനിഷൻസ് ചോദിക്കുകയാണെങ്കിൽ it has to be written in 2, 3 or 4 maximum lines. കാരണം it is asking the definition, it's not explain. See, there are differences between define, explain, justify. There are much differences, but unfortunately what we do is like whatever question we get, what we know about it, we will write it and we will finish it off. But that's not the case. If you are asked to define, then you have to define the thing. So globalization, how you will define? There are many definitions you can give. Okay, so to put it in a way, it is an integration of economies or countries, അല്ലേ, ബിക്കമിങ് ലൈക്ക് വൺ വേൾഡ് അല്ലേ, ഒരു ലോകമായിട്ട് മാറാം. അവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻസിന് ലിമിറ്റ് ഇല്ലാതിരിക്കുക, ഇക്കണോമിക് ട്രാൻസാക്ഷൻസിന് ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഒരു തടസ്സമില്ലാതിരിക്കുക. ആൻഡ് നൗ യു തിങ്ക് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലെ ആളുകൾ നമ്മുടെ രാജ്യത്തും നമ്മുടെ രാജ്യത്തെ ആളുകൾ മറ്റുള്ള രാജ്യത്തും ഒക്കെ ജോലി ചെയ്യണം. നമ്മൾ ഇന്ത്യയിൽ ഇരുന്നിട്ട് KFC കഴിക്കുകയാണ്, നമ്മൾ ജർമ്മനിയിൽ നിർമ്മിച്ച കാറുകൾ നമ്മൾ യൂസ് ചെയ്യുകയാണ് അല്ലേ. ഇപ്പം നമ്മളൊരു മനുഷ്യനെ തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ഹിസ് ഗാഡ്ഗറ്റ്സ്, then definitely he is a best example of globalization because he is using multiple goods from multiple countries. Okay, so basically globalization is the integration between the countries without any boundaries for the smooth functioning of economic activities. അപ്പോൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് വന്നതുകൊണ്ടാണോ ഗ്ലോബലൈസേഷൻ ഉണ്ടായത്, ഗ്ലോബലൈസേഷൻ ഉണ്ടായത് കൊണ്ടാണോ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ബിയോണ്ട് ബൗണ്ടറീസ് പോയത് എന്നുള്ളത് ഇറ്റ്സ് ആൻ like relation, give and take relation പോലെയാണ്, both happens. Okay, then explain different dimensions of globalization. Globalizationന്റെ വ്യത്യസ്ത ഡൈമെൻഷൻസ്. ഒന്ന് ഇക്കണോമിക് ഗ്ലോബലൈസേഷൻ ആണ്, that we have already discussed. It is the expansion of the economic relations of a country with other countries. It includes such as new economic order, internationalization of trade, increasing the role of international trade institutions. അതായത് ബേസിക്കലി ഇപ്പോൾ ഒരു രാജ്യത്തിനും ഒറ്റക്കൊരു തീരുമാനം എടുക്കാനൊന്നും പറ്റൂല. അവരുടെ ഇക്കണോമി ഒക്കെ ആണെങ്കിൽ ശരി, ബട്ട് ലിമിറ്റേഷൻസ്, ദർ ആർ ലിമിറ്റേഷൻ. ഓക്കെ,
WTO പോലെയുള്ള സംവിധാനങ്ങൾ കൃത്യമായിട്ട് അതിനെ മോണിറ്റർ ചെയ്യുകയും പലപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റുകളൊക്കെ പലപ്പോഴും ഈ പറയുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റുകൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പലപ്പോഴും സാക്രിഫൈസ് ചെയ്യേണ്ടൊക്കെ വരുന്നുണ്ട്. സോ ദാറ്റ്സ് എ റിസൾട്ട് ഓഫ് ഇക്കണോമിക് ഗ്ലോബലൈസേഷൻ വേർ economic relations of a country expand to other countries or even to some international organization. Then military globalization, it is the expanding of the military powers of the country across the globe. Okay, ന്യൂക്ലിയർ മിലിറ്ററി വെപ്പൺസിലും റേഡിയേഷൻ വെപ്പൺസിലും ഒക്കെയുള്ള അവരുടെ മിലിറ്ററി പവർ എക്സ്പാൻഡ് ചെയ്യുക. ദെൻ പൊളിറ്റിക്കൽ ഗ്ലോബലൈസേഷൻ, പൊളിറ്റിക്കൽ റിലേഷൻ അക്രോസ് ദ വേൾഡ് സച്ച് ആസ് എൻഹാൻസിങ് ദ റോൾ ഓഫ് ഗ്ലോബൽ ഗവർണൻസ്, ഡെവലപ്പിംഗ് മോഡേൺ നേഷൻ സ്റ്റേറ്റ്. സി ഇപ്പോൾ നമ്മൾ തന്നെ ഔക്കുസ് പോലെയുള്ള ബ്രിക്സ് പോലെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. സോ വാട്ട് ഈസ് ബേസിക്കലി ഹാപ്പനിങ്? ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഗ്ലോബലൈസേഷൻ. Political people, like regardless of their geographical boundary, they come together, they discuss. The governance is now becoming a global governance. A country cannot see, for example, ഇപ്പോൾ ഖത്തർ, സൗദി ഉപരോധങ്ങളൊക്കെ ഉണ്ടായ സമയം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വാട്ട് വാസ് ആക്ച്വലി ഹാപ്പനിങ്? ദർ വാസ് ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായ നിയമങ്ങളൊക്കെ ഉണ്ട്. ബട്ട് സംടൈംസ് ദേ കം ടുഗദർ, സംടൈംസ് ദേ ട്രേഡ് ടുഗദർ, sometimes it is enhancing the role of global governance, a modern nation state system, ഒരു global political system ഉണ്ടായിരിക്കുക. So this is political globalization. And cultural group globalization, it is the expansion of cultural relations across the world. ലോകത്തെമ്പാടും കൾച്ചറൽ റിലേഷൻസിൻ്റെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റിഗ്രേഷൻ ആണ് കൾച്ചറൽ ഗ്രൂപ്പ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഗ്ലോബലൈസേഷൻ എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് എന്താണ്? 4 dimensions: economic globalization, military, political globalization, and cultural group globalization. So that's for today. Let's meet in next class. Thank you and have a beautiful day. Happy learning and enjoy learning.